ഗുരുവായൂർ പോയിട്ട് അന്നദാനം കഴിച്ചിട്ടുള്ളവർക്കറിയാം അവിടുത്തെ രസകാളൻ്റെ രുചി. അപ്പോൾ ഇന്ന് രസകാളൻ്റെ റെസിപ്പിയാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള കറിയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട്. എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഗുരുവായൂർ കിട്ടുന്ന ആ രസകാളൻ്റെ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും ഇതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ രസകാളൻ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മത്തങ്ങ, കുറച്ച് കുമ്പളങ്ങ, കുറച്ച് ചേനയും കൂടി വലിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു വിസിൽ വരണവരൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി നമുക്ക് മത്തങ്ങ, കുമ്പളങ്ങ, മുരിങ്ങക്കായ, കായ, ചേന ഒക്കെ എടുക്കാം കേട്ടോ. അതിൽ ഏത് കഷ്ണങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ അതുകൊണ്ട് ഉണ്ടാക്കിയാലും മതി. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ചിട്ട് കടലപ്പരിപ്പ്, കുറച്ച് അരി, ഉലുവ, വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ കാളനും മോരൊഴിച്ച് കൂട്ടാനും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഈ മൂപ്പിച്ചെടുത്തതൊക്കെ മിക്സിയിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ 2-3 പച്ചമുളക്, കുറച്ച് ജീരകം, ഒരു അരക്കപ്പ് തേങ്ങ ചെരുവേതിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച കഷ്ണത്തിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുക. നല്ല തിള വരുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടി ആ മിക്സിയുടെ ജാറിലിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലൊരു തിള വരുന്ന സമയത്ത് ഇതിലേക്ക് പുളിച്ച മോര് ഒഴിച്ചു കൊടുക്കുക. തൈരല്ല, തൈരൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇത്തിരി പുളിച്ച മോരന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചിലവർ ഇത് കഷ്ണങ്ങൾ പുളി ഒഴിച്ച് വേവിക്കണ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ പുളിച്ച മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം മോരൊഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിൽ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് കായത്തിൻ്റെ പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിടുക. അത്രയേ ഉള്ളൂ. ഇതും അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.